അൺഅക്കാഡമി കേരള PSC +2 ലെവൽ യൂണിഫോം പോസ്റ്റുകളായ സിവിൽ പോലീസ് ഓഫീസർ, ഫയർമാൻ, ഫയർ വുമൺ, സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി ഒരുക്കുന്നു എ 90-day കോഴ്സ് ഓൺ 12th ലെവൽ യൂണിഫോം പോസ്റ്റ്. 90 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ബാച്ച് കോഴ്സിൽ പങ്കെടുക്കുന്നതിലൂടെ യൂണിഫോം പോസ്റ്റിൽ ഒരു ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. 12th ലെവൽ യൂണിഫോം പോസ്റ്റിൻ്റെ സിലബസ് മുഴുവനും അൺഅക്കാഡമിയുടെ വെരിഫൈഡ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നേതൃത്വം നൽകുന്ന ഈ ബാച്ച് കോഴ്സിൽ കവർ ചെയ്യുന്നു. ഓരോ സബ്ജക്ട്സും കൈകാര്യം ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. കറണ്ട് അഫയേഴ്സ് സതീഷ് കുമാർ, നാച്ചുറൽ സയൻസ് ഹാജ മുഹമ്മദ്, കോൺസ്റ്റിറ്റ്യൂഷൻ രാജേഷ് SR, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ റീജ S, ഫിസിക്കൽ സയൻസ് സിജി ബിജു, മാത്സ് ജോസുകുട്ടി, ഫാക്ട്സ് അബൌട്ട് കേരള നിഖിൽ നാഥ്. സോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഡിസംബർ 28-ാം തീയതി ആരംഭിക്കുന്ന ഈ പുതിയ ബാച്ച് കോഴ്സിൽ നിങ്ങൾ എല്ലാവരും തന്നെ മറക്കാതെ ഇപ്പോൾ തന്നെ എൻറോൾ ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യൂ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മിഷൻ LDCയിലെ 25-ാമത്തെ ദിവസത്തെ എക്സാമാണ് ഇന്ന് 25 മാർക്കിന്റെ ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു, അശ്രദ്ധ കൊണ്ട് നെഗറ്റീവ് അടിക്കരുത്. ചോദ്യം വായിച്ച് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയെ പോലെയല്ല. ഈ വിശേഷണം യോജിക്കുന്നത് ഏത് ജീവിക്കാണ്? തുമ്പി, പാമ്പ്, കുരുവി, പല്ലി. 2. ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന്? നവംബർ 22, ഒക്ടോബർ 22, നവംബർ 12, ഒക്ടോബർ 12. 3. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? A.O. ഹ്യൂം, K.K. നീലകണ്ഠൻ, അരുന്ധതി റോയ്, ഡോക്ടർ സലീം അലി. 4. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചന്ദ്രൻ എന്നറിയപ്പെടുന്നത്? ഗാനമീഡ്, യൂറോപ്പ, അയോ, കാലിസ്റ്റോ. 5. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പ്രോജക്ട് അഡ്വൈസറായി സ്ഥാനമേറ്റ ആദ്യ വനിത? കൽപ്പന ചൗള, സുനിത വില്യംസ്, കിരൺ ബേദി, ടെസ്സി തോമസ്. 6. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം? കേരളം, പശ്ചിമബംഗാൾ, ഗുജറാത്ത്, രാജസ്ഥാൻ. 7. ബ്രഹ്മോസ് മിസൈൽ ഏത് രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണ്? ഇന്ത്യ USA, ഇന്ത്യ ഇസ്രായേൽ, ഇന്ത്യ ഫ്രാൻസ്, ഇന്ത്യ റഷ്യ. 8. ബോർലോഗ് അവാർഡ് നൽകപ്പെടുന്ന മേഖല? കാർഷികം, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം. 9. ആണവശേഷിയുള്ള ആദ്യ ഇന്ത്യൻ മുങ്ങിക്കപ്പൽ? വിക്രമാദിത്യ, വിരാട്, അരിഹന്ത്, നിശാന്ത്. 10. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗവർണർ ജനറൽ? റോബർട്ട് മൗണ്ട് ബാറ്റൺ, റോബർട്ട് ക്ലൈവ്, വെല്ലസ്ലി, ഡൽഹൌസി. 11. വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം? 1950, 1947, 1951, 1956. 12. ലോകത്തിലെ ഏറ്റവും അധികം സംസാരിക്കപ്പെടുന്ന ഭാഷ? ഇംഗ്ലീഷ്, റഷ്യൻ, ഹിന്ദി, മണ്ടാരിൻ. 13. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത ജില്ലാ കളക്ടറേറ്റ്? കണ്ണൂർ, എറണാകുളം, തിരുവനന്തപുരം, പാലക്കാട്. 14. ഹിസ് ഫാദർ അഡ്വൈസ്ഡ് രാജ് ഡാഷ് യൂസ് സോഫ്റ്റ് ഡ്രിങ്ക്സ്? നോട്ട് ടു, ഡു നോട്ട്, നോട്ട്, ഷുഡ് നോട്ട്. 15. ഐ ഡാഷ് ദ ഫിലിം ഇൻ ബാംഗ്ലൂർ ലാസ്റ്റ് മന്ത്? ഹാവ് സീൻ, ഹാവ് ബീൻ സീയിങ്, ഹാഡ് സീൻ, സോ. 16. ഐ ഹാഡ് മെറ്റ് ഹിം ഡാഷ് ഇയർ എഗോ ആൻഡ് ദി നോ ആർട്ടിക്കിൾ. 17. ഇഫ് ഐ ഫൈൻഡ് യുവർ പാസ്പോർട്ട് ഐ ഡാഷ് ഇറ്റ് ടു യു? സെൻഡ്, വുഡ് സെൻഡ്, വിൽ സെൻഡ്, വുഡ് ഹാവ് സെൻഡ്. 18. ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് യു അഗെയിൻ? സീ, സോ, ഹാവ് സീൻ, സീയിങ്. 19. ശ്വേതംബരാസ്, ദിഗംബരാസ് എന്നിവ ഏത് മതത്തിന്റെ അനുയായികളാണ്? പാഴ്സി, ജൈനമതം, ബുദ്ധമതം, സിഖ്. 20. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജൈനമതക്കാരുള്ള സംസ്ഥാനം? കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ. 21. ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആര്? ഗാന്ധിജി, രവീന്ദ്രനാഥ ടാഗോർ, അംബേദ്കർ, ശങ്കരാചാര്യർ. 22. ബുദ്ധമത ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? പാലി, പ്രാകൃത്, അർദ്ധ, മഗധി, സംസ്കൃതം. 23. ദി ആർട്ടിക് ഹോം ഓഫ് ആര്യൻസ് എന്ന പുസ്തകം ആരുടേതാണ്? സ്വാമി ദയാനന്ദ സരസ്വതി, മാക്സ് മുള്ളർ, സ്വാമി വിവേകാനന്ദൻ, ബാലഗംഗാധര തിലക്. 24. വിഭാസ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി? രവി, സത്ലജ്, ബിയാസ്, ചിനാബ്. 25. ഗായത്രി മന്ത്രം ഏത് വേദത്തിലാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇത്രയാണ് 25 ചോദ്യങ്ങൾ. ഉത്തരങ്ങൾ എഴുതിയ ശേഷം ഉത്തരങ്ങൾ നോക്കുക.
ഒന്ന്, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയെ പോലെയല്ല. ഈ വിശേഷണം യോജിക്കുന്നത് ഓപ്ഷൻ എ തുമ്പി. 2 ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ഓപ്ഷൻ സി നവംബർ 12. 3 ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ഡി ഡോക്ടർ സലീം അലി. 4 സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചന്ദ്രൻ ഓപ്ഷൻ എ ഗാനിമീഡ്. 5 ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പ്രോജക്ട് അഡ്വൈസറായി സ്ഥാനമേറ്റ ആദ്യ വനിത ഓപ്ഷൻ ഡി ടെസ്സി തോമസ്. 6 ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പാക്കിയ സംസ്ഥാനം ഓപ്ഷൻ ഡി രാജസ്ഥാൻ. 7 ബ്രഹ്മോസ് മിസൈൽ ഏത് രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണ്? ഓപ്ഷൻ ഡി ഇന്ത്യ റഷ്യ. 8 ബോർലോഗ് അവാർഡ് നൽകപ്പെടുന്ന മേഖല ഓപ്ഷൻ എ കാർഷികം. 9 ആണവശേഷിയുള്ള ആദ്യ ഇന്ത്യൻ മുങ്ങിക്കപ്പൽ ഓപ്ഷൻ സി അരിഹന്ത്. 10 ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിക്കപ്പെടുന്ന ഗവർണർ ജനറൽ ഓപ്ഷൻ ഡി ഡൽഹൌസി. 11 വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം ഓപ്ഷൻ എ 1950. 12 ലോകത്തിലെ ഏറ്റവും അധികം സംസാരിക്കപ്പെടുന്ന ഭാഷ ഓപ്ഷൻ ഡി മണ്ടാരിൻ. 13 കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത ജില്ലാ കളക്ടറേറ്റ് ഓപ്ഷൻ ഡി പാലക്കാട്. 14 ഹിസ് ഫാദർ അഡ്വൈസർ രാജ് ഡാഷ് യൂസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഓപ്ഷൻ എ നോട്ട് ടു. 15 ഐ ഡാഷ് ദ ഫിലിം ഇൻ ബാംഗ്ലൂർ ലാസ്റ്റ് മന്ത് ഓപ്ഷൻ ഡി സോ. 16 ഐ ഹാഡ് മെറ്റ് ഹിം ഡാഷ് ഇയർ എഗോ ഓപ്ഷൻ ബി എ. 17 ഇഫ് ഐ ഫൈൻഡ് യുവർ പാസ്പോർട്ട് ഐ ഡാഷ് ഇറ്റ് ടു യു ഓപ്ഷൻ സി വിൽ യു. വിൽ സെൻഡ്. 18 ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് യു അഗെയിൻ ഓപ്ഷൻ ഡി സീയിങ്. 19 ശ്വേതംബരാസ് ദിഗംബരാസ് എന്നിവ ഏതു മതത്തിന്റെ അനുയായികളാണ്? ഓപ്ഷൻ ബി ജൈനമതം. 20 ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജൈനമതക്കാരുള്ള സംസ്ഥാനം ഓപ്ഷൻ സി മഹാരാഷ്ട്ര. 21 ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി അംബേദ്കർ. 22 ബുദ്ധമത ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത് ഓപ്ഷൻ എ പാലി. 23 ദി ആർട്ടിക് ഹോം ഓഫ് ആറ്റൻസ് എന്ന പുസ്തകം ഓപ്ഷൻ ഡി ബാലഗംഗാധര തിലക്. 24 വിഭാസ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ബിയാസ്. 25 ഗായത്രി മന്ത്രം ഏതു വേദത്തിലാണ്? ഓപ്ഷൻ എ ഋഗ്വേദം. അപ്പോൾ ഇത്രയാണ് 25 ചോദ്യങ്ങൾ. ഉത്തരങ്ങൾ എഴുതിയ ശേഷം മാർക്ക് പരിശോധിച്ച് നെഗറ്റീവ് മാർക്കും ശരി ഉത്തരവും കമന്റ് ചെയ്യുക. നാളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്ററി ക്യാപ്സൂൾസ് എന്ന കോഴ്സിലെ ലേറ്റർ വേദിക് പീരീഡ്. നിങ്ങൾ ഏർലി വേദിക് പീരീഡ് ആണ് ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവുക. ലേറ്റർ വേദിക് പീരീഡ് പിൽക്കാല വേദ കാലഘട്ടം. പിന്നെ ഡൈനാസ്റ്റീസ് ഇൻ ഇന്ത്യ, അതായത് ചെറിയ ചെറിയ രാജവംശങ്ങളും അവയുടെ തലസ്ഥാനവും പ്രധാനപ്പെട്ട സ്ഥാപകരും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ആൾറെഡി ടെക്സ്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതെല്ലാം നോക്കുന്നത്. അപ്പോൾ ഡൈനാസ്റ്റീസ് നോക്കണം. പാർട്ട് 2 ഡൈനാസ്റ്റീസും കൂടെ നാളത്തേക്ക് നോക്കുക. അപ്പോൾ നാളെ 3 ലെസൺ: ലേറ്റർ വേദിക് പീരീഡ്, പാർട്ട് 1 ഡൈനാസ്റ്റീസ്, പാർട്ട് 2 ഡൈനാസ്റ്റീസ്. ഇത് കൂടാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഒപ്പം 5ാം ക്ലാസ്സിലെ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് അവിടെ തീർന്നു. എല്ലാ ചാപ്റ്ററും നമ്മൾ എന്ത് ചെയ്തു? അവിടെ നിങ്ങളുടെ വായന അവിടെ കഴിഞ്ഞു. അപ്പോൾ 5ാം ക്ലാസ്സിലെ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് അവിടെ കഴിഞ്ഞു. ഇനി അപ്പോൾ 5ലെ സോഷ്യലും കഴിഞ്ഞു, സയൻസും കഴിഞ്ഞു. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് നാളെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നാളെ നിങ്ങൾക്ക് ആദ്യം പഠിക്കാനുള്ളത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 1ാമത്തെ ചാപ്റ്റർ. അപ്പം ഈ 3 ലെസൺ പഠിക്കണം. ഇത് കൂടാതെ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 1ാമത്തെ ചാപ്റ്റർ. പിന്നെ മലയാളം പ്രാക്ടീസ്, ഇംഗ്ലീഷ് പ്രാക്ടീസ് 10 വീതം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് ആകെ 5 മിനിറ്റ് എടുക്കുന്നുള്ളൂ. ഒന്ന് ക്ലിക്ക് ചെയ്യുക, അറിയാത്തത് എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെക്കുക. 10 കിട്ടോളം ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒന്നുകൂടെ നിങ്ങൾ പെർഫെക്റ്റ് ആക്കും. അപ്പോൾ നാളേക്ക് വീണ്ടും ഏത് ചേർക്കുന്നു? നമ്മുടെ മലയാളം വേർഡ്സും ഇംഗ്ലീഷ് വേർഡ്സും കൂടെ ചേർക്കുന്നു. കാരണം അത് രണ്ടും അത്ര അധികം പണിയൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽ അങ്ങോട്ട് ചെയ്ത് പോവുകയും ചെയ്യും. ഗ്ലോസറി ആയിട്ടുള്ള 5 വേർഡ്സ് നമ്മൾ പഠിക്കുന്നതും കൂടെ നാളെ എന്തായാലും അതും കൂടെ നാളെ മുതൽ നമ്മൾ ഉൾപ്പെടുത്തുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇത്രയാണുള്ളത്. 3 ലെസൺസ്. സോഷ്യൽ സയൻസിലെ 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ലെസൺ, മലയാളം ഇംഗ്ലീഷ് പ്രാക്ടീസ് ഓരോന്ന്, മലയാളം വേർഡ്സ്, ഇംഗ്ലീഷ് വേർഡ്സ്. ഇത്രയും ചേർന്നിട്ടാണ് നാളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്.